Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ റിഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവസാനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ ഞാൻ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ എന്താണ് അടുത്ത കേസ് എന്ന് വെച്ചാൽ ഹൗ ടു ഐഡൻറ്റിഫൈ ടു റിഗ്രഷൻ ഇക്വേഷനാണ്. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബൈ സപ്പോസിങ് വൺ ഇക്വേഷൻ ആസ് ദ റിഗ്രഷൻ ഓഫ് y on x ആൻഡ് അതർ x on y, we can obtain byx and bxy. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു ഈസ് ന്യൂമറിക്കലി നോട്ട് ഗ്രേറ്റർ ദാൻ 1, ദെൻ അവർ സപ്പോസിഷൻ ഈസ് ട്രൂ. അതായത് രണ്ട് ഇക്വേഷൻ തന്നിട്ട് നമ്മളിത് നേരത്തെ കണ്ടതാണ്. ഒരു ഇക്വേഷൻ, ഒരു നോർമൽ ഇക്വേഷൻ തരികയാണെങ്കിൽ എങ്ങനെയാണ് BYX അല്ലെങ്കിൽ BXY റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ആ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് എടുക്കുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും അടുപ്പിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു ഈസ് ന്യൂമറിക്കലി നോട്ട് ഗ്രേറ്റർ ദാൻ 1, അതായത് ഇത് രണ്ടും നമ്മൾ കണ്ടെത്തുക. രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് കരുതുക. ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ തന്നിട്ട് ഇപ്പോൾ y is equal to ax plus b എന്ന് പറയുന്ന നേരത്ത് ഈ a എന്ന് പറയുന്നത് byx-ഉം x is equal to cy plus d എന്ന് പറയുമ്പോൾ ഈ c എന്ന് വെച്ചാൽ എന്താണ്, അത് bxy ആണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ bxy-യും അതേപോലെ byx-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഒന്നിൽ കൂടരുത്. 1 എന്ന നമ്പറിൽ കൂടാൻ പാടില്ല. അങ്ങനെ കൂടിയിട്ടില്ലെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ അത് റിഗ്രഷൻ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാമെന്നാണ് പറയുന്നത്. ഹൗവർ if byx and bxy numerically is greater than 1, then our supposition is wrong. Then we shall conclude in the other way. അപ്പോൾ ഇത് റിഗ്രഷൻ ഇക്വേഷൻ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ 2 lines of regression given by x plus 2y minus 5 is equal to 0, 2x plus 3y minus 8 is equal to 0. രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ എക്സിൻ്റെ വാല്യൂ കാണുന്ന രീതിയിലും ഒന്ന് വൈൻ്റെ വാല്യൂ കാണുന്ന രീതിയിലും ആയിരിക്കണം. വിച്ച് വൺ ഈസ് റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ, എന്താണ് എക്സ് ഓൺ വൈ എന്നതിൻ്റെ റിഗ്രഷൻ ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഈ രണ്ട് ഇക്വേഷൻ അത് അതേപടി നമ്മൾ താഴെ എഴുതുക എന്നുള്ളതാണ്. Let us assume the equation 1, that is this equation, as the regression of x on y. അപ്പോൾ ഇതിൽ നമ്മൾ x on y ആയിട്ട് നമുക്ക് assume ചെയ്യാം. നമ്മൾ അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ x തന്നെയാണല്ലോ ഉള്ളത്. x ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു കോഎഫിഷ്യൻറ്റിലാണ് നിൽക്കുന്ന നേരത്ത് x on y എന്ന് പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ പരിഗണിക്കാം എന്നുള്ളതാണ്. ഇതിനെ y on x ആയിട്ട് പരിഗണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ രണ്ടിന് y on x ആയിട്ട് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ x ആദ്യം കോഎഫിഷ്യൻ്റ് ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ റൈറ്റ് ഇക്വേഷൻ 1 ടു ഹാവ് എക്സ് ഇൻ LHS. അപ്പോൾ എക്സ് മാത്രം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. നിങ്ങൾക്കറിയാം ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ BNM-ലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈക്വൽ സൈൻ്റെ ഈ ഭാഗത്ത് വരുന്നതാണെന്ത് LHS. അതായത് ഇപ്പോൾ ഈ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗം അതിനെയാണ് LHS എന്ന് പറയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണെന്ത് RHS. അപ്പോൾ RHS-ൽ നിന്ന് LHS-ലേക്ക് ഒരു ഐറ്റം പോവുകയാണെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവും, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആവും. നമുക്കതറിയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സിനെ മാത്രം LHS-ൽ എടുത്തിട്ട് ഇത് രണ്ടിനും എന്ത് ചെയ്യുക, RHS-ലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന നേരത്തെ ഈ പ്ലസ് വൈ 2y എന്ത് ആവും, -2y ആവും. ഈ -5 ഉള്ളത് എന്താവും, അത് +5 ആയി തീരും എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈൻ്റെ അടുത്ത് വരുന്ന ഈ -2 ആണ് എന്ത്, ഈ BXY എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്. ഇനി ഇവിടെ എന്താണ്, നമുക്ക് വൈനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ വൈ എടുക്കുന്ന നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, y on x ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇക്വേഷൻ ഉള്ളത് 2x പ്ലസ് എന്താണ് 3y മൈനസ് 8 = 0 ആണ്. y എന്ന് പറയുന്ന ഈ സംഖ്യ, അതായത് പ്ലസ് y എന്ന് പറയുന്ന സംഖ്യ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ 2xനെ എങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി മാറുന്നു, അത് -2x ആയി മാറുന്നു. -8നെ എങ്ങോട്ട് എടുക്കുമ്പോൾ എന്താണ്, അത് +8 ആയി മാറുന്നു. ഇനി ഈ 3 ഒഴിവാക്കണമെങ്കിൽ എന്താണ്, ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 3 കൊണ്ട്, ഇവിടെ 3 കൊണ്ട്, ഇവിടെ 3 കൊണ്ട്. 3y/3 എത്രയാണ്, അത് y = -2/3x + 8/3. ഓക്കെ, അങ്ങനെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ BYX എന്താണ് എന്നുള്ളതാണ്, ഈ സംഖ്യയാണ്. അതായത് -2/3 ആണെന്ത്, BYX. അപ്പോൾ ഇതിൻ്റെ റീസൺ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായൊരു കാര്യം ഇതിൽ പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് വീണ്ടും എന്താണ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് BXY ആയിട്ട് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്, -2 ആണ്. ഇവിടെ BYX ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ BYX ആണ്, അത് -2/3 ആണ്. അപ്പോൾ -2 × -2/3. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ അത് 4/3 വരും. 4/3 എന്താണ്, അത് 1.33 ആണ്. അത് ഒന്നിനെക്കാട്ടിയും കൂടുതലായതുകൊണ്ട് എന്താണ്, അവർ സപ്പോസിഷൻ ഈസ് റോങ്, ഹെൻസ് ഇറ്റ് ഷുഡ് ബി ദ അതർ വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എന്തല്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ടാണ് എടുത്തിരുന്നത്, x on y ആയിട്ടാണ് എടുത്തിരുന്നത്. ഇതിനെ y on x ആയിട്ടാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എക്സിനെ LHSൽ വെച്ചിട്ട് എന്ത് ചെയ്തത്, ബാക്കി സംഖ്യകളെ നമ്മൾ RHSലേക്ക് എടുത്തത്. ഇവിടെ വൈയെ ഇവിടെ LHSൽ വെച്ചിട്ട് ബാക്കി സംഖ്യകളെ എന്ത് ചെയ്തു, നമ്മൾ RHSലേക്ക് എടുത്തിട്ട് ഇങ്ങനെ വൈൻ്റെ സംഖ്യ കാണുന്ന രീതിയിൽ കണ്ടിട്ട് BYXും BXYയും നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ നോക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വേറെ രീതിയിൽ നോക്കുന്ന നേരത്ത് ഈ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്തായിട്ട് എടുക്കുക, y on x ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ വൈയെ ഇവിടെ നിലനിർത്തിയിട്ടാണ് എക്സിനെയും 5നെയും ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ എക്സിനെ നിലനിർത്തിയിട്ടാണ് 3yനെയും -8നെയും ഇങ്ങോട്ടേക്ക് എടുത്തിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം, നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. ഹെൻസ് ഇറ്റ് ഷുഡ് ബി ദ അതർ വേ, മറ്റ് വഴിയിലാണ്. 1 is the line of regression y on x and 2 is line of regression x on y. So BYX into BXY is equal to എന്താണ്, correlation into standard deviation of y divided by standard deviation of x into correlation of standard deviation of x divided by standard deviation of y is equal to r square. So r is equal to square root of BYX into BXY. Okay, when r is positive, both BYX and BXY are positive. If r is negative, both BYX and BXY are negative. So BYX and BXY will not be opposite sign. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യം മാത്രമാണ്. ഇത് ഈ പറയുന്ന എന്താണ്, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ വരുന്ന ആയിട്ടല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ഇവിടെ എന്താണ് മനസ്സിലായത്, ഇവിടെ ഇത് ഇങ്ങനെ എടുക്കണ നേരത്ത് ഇതെന്തല്ല, ഇത് ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ, ഇതിന് നമ്മൾ ആദ്യം x on y ആയിട്ട് എടുത്തു, ഇതിനെ y on x ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഇത് നിലനിർത്തേണ്ട കാര്യം ഇവിടെ നിലനിർത്തിയിട്ട് എന്താണ്, നമ്മുടെ LHSൽ നിലനിർത്തിയിട്ട് RHSലേക്ക് എന്താണ് ഈ ഐറ്റംസിനെ എന്താണ് നമ്മൾ RHSലേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെ നോക്കുന്ന നേരത്ത് നമ്മൾ നേരത്തെ കണ്ട തിയറം മാതിരി എന്താണ്, നമുക്ക് ഈ പറഞ്ഞ BYXും അതേപോലെ BXYയും കിട്ടി. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന നേരത്ത് 1.33 വന്നു. ഒന്നിൽ കൂടുതലാവാൻ പാടില്ലാത്തത് കൊണ്ടെന്നാണ് അവിടെ ഇത് x on y അല്ല, ഇത് y on x അല്ല. അപ്പോൾ നേരെ തിരിഞ്ഞിട്ടായിരിക്കും, അതർ വേ ആയിരിക്കും എന്നാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളത് അവിടെ പറയുന്നു. അപ്പോൾ ഇതായിരിക്കും x on yയും, ഇതാണ് y on xും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പറയുന്ന
കോറിലേഷൻ ബി വൈ എക്സും ബി എക്സ് വൈയും തരികയാണെങ്കിൽ കോറിലേഷൻ എങ്ങനെ കാണുക? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്ലസ് ആവുന്ന നേരത്ത് രണ്ടും പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആകുമ്പോൾ ഇത് രണ്ടും മൈനസ് ആയിരിക്കും. അപ്പോൾ ഇതൊരിക്കലും ഓപ്പോസിറ്റ് സൈനുകളാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫൈൻഡ് എന്താണ് കോറിലേഷൻ ഇഫ് ബി വൈ എക്സ് ഈസ് -0.2 ബി എക്സ് വൈ ഈസ് -0.7. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തന്നാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ബി വൈ എക്സും ബി എക്സ് വൈയും ചേർത്ത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ബി വൈ എക്സും എന്ത് ചെയ്യുക? ബി എക്സ് വൈയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ സ്ക്വയർ റൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന കോറിലേഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 0.14 വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നമ്മളത് സ്ക്വയർ റൂട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത് 0.14 എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് കാണുക. അത് 0.374 അപ്പോൾ അതേ സംഖ്യ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോറിലേഷൻ 0.37 അപ്പോൾ അതിലൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് സൈൻ നിങ്ങൾ ചേർക്കണം എന്നുള്ളതാണ്. അതിവിടെ പറയുന്നുണ്ട് അല്ലേ? വെൻ ആർ ഇസ് പോസിറ്റീവ് ബോത്ത് എക്സ് ആൻഡ് വൈ ഇസ് പോസിറ്റീവ്. ഇത് രണ്ടും ഇത് മൈനസ് ആയിട്ടാണ് തന്നത്. ഇഫ് ആർ ഇസ് നെഗറ്റീവ് ബോത്ത് വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ ആർ നെഗറ്റീവ്. അതുകൊണ്ട് ഇവിടെ ഇത് രണ്ടും മൈനസ് ഫിഗേഴ്സ് ആണ് ആദ്യം തന്നത്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും പോസിറ്റീവ് സൈനാണ് വരുന്നത് കാൽക്കുലേറ്ററിൽ. പക്ഷേ ഇത് രണ്ടും മൈനസ് സൈൻ തന്നത് കൊണ്ടെന്നാണ് ഇത് ചെയ്യാന്നുള്ളതാണ്. ഇതിലൊന്ന് പ്ലസും ഒന്ന് മൈനസും വരില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വരില്ല. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കാം, രണ്ടും നെഗറ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമെന്നാണ് ഇവിടെ മൈനസ് സൈനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചോദ്യമാണ് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 0.83 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 20 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 12 ഫൈൻഡ് ആർ എന്നുള്ളതാണ്. ബി വൈ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്താണ്? എക്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോറിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഇതിൽ ആദ്യം വന്നത് വൈ അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എത്രയാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്? അത് 12. അപ്പോൾ ആദ്യം അത് എഴുതുക. ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 20. അത് എഴുതുക. ആറ് നമുക്കറിയില്ല. ബി വൈ എക്സ് എത്രയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്? അത് 0.83 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ 0.83. അപ്പോൾ ഈ 12 ഡിവൈഡ് ബൈ 20 എത്രയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 12 ഡിവൈഡ് ബൈ 20 അത് 0.6 ആണ് വരുന്നത്. ഓക്കെ, 0.6 ആണ് വരുന്നത്. ഈ 0.6 നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഇവർ എന്താണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ബി എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ 20 ഇവിടെ 10 കൊടുത്തിട്ടുള്ളൂ. 10 ഇവിടെ ശരിക്കും 20 വരേണ്ടത്. അപ്പോൾ 20 വരുമ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 0.6 ആണ്. അപ്പോൾ ഈ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 0.83 ഡിവൈഡഡ് ബൈ 0.6 ആണ്. കാര്യം ഇതിനെങ്ങോട്ട് എടുക്കുമ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഇതിന് താഴെ ഡിവിഷനായിട്ട് വരും. അപ്പോൾ 0.83 ഡിവൈഡ് ബൈ 0.6. ഓക്കെ, അപ്പോൾ 0.83 ഡിവൈഡ് ബൈ 0.6 1.38 ആണ് എന്ത് വരുന്നത്? നമ്മുടെ കോറിലേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണത് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നുകിൽ ഇതിനെ 10 കഴിഞ്ഞാൽ കൃത്യ ആൻസർ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിനെ 10 മാറ്റുക. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. 20 കിട്ടി ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇതിനെ എന്താണ് ഒന്ന് വെട്ടിയിട്ട് നിങ്ങൾ 10 കൊടുക്കുക. അത് ക്വസ്റ്റ്യനുള്ള ചെറിയൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇൻ ദ സ്റ്റഡി ഓഫ് റിഗ്രഷൻ ഇക്വേഷൻസ് ഫോളോയിങ് വാല്യൂസ് വെർ ഒബ്റ്റെയിൻഡ്. Regression coefficient of y on x is 0.25. Correlation is 0.42. Standard deviation of y is 4. Find standard deviation of x എന്നുള്ളതാണ്.
അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് y ഓൺ എക്സ് ആണ്. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് y ഓൺ എക്സ് ഇസ് ഈക്വൽ ടു കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് അല്ലേ? ഇതാണ് എന്ത് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ BYX ക്വസ്റ്റ്യൻ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് y ഓൺ എക്സ് ഈസ് എത്രയാ? ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അത് 0.25 ആണ് കൊടുത്തിരിക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ക്വസ്റ്റ്യനിൽ ഈ 6 കൊടുത്തിട്ടുണ്ട്, എത്രയാ? 0.42 ആണ് അത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എത്രയാണ് കൊടുത്തിരിക്കുന്നത്? അത് 4 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 4. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ 0.42 ഇൻറ്റു 4 എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.68 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ 0.25 ആണ് കോറിലേഷൻ. ഇതിനെടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇടുക. നമ്മളിവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ഇടുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1.68 ഡിവൈഡഡ് ബൈ 0.25. അതിൻ്റെ ആൻസർ എത്ര വരുന്നു വെച്ചാൽ 6.72 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്. ഇൻ എ പാർഷ്യലി ഡിസ്ട്രോയിഡ് റെക്കോർഡ് ഫ്രം ആൻ അനാലിസിസ് ഓഫ് കോറിലേഷൻ ഡാറ്റ ദ ഫോളോയിങ് റിസൾട്ട്സ് ആർ എലിജിബിൾ. വേരിയൻസ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 3 ആണ്. വേരിയൻസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണെന്ത് വേരിയൻസ്. അപ്പോൾ എക്സിൻ്റെ വേരിയൻസ് ആണെന്ത് 9. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്ര വരും? അത് √9 ആണ് വരിക. അത് മനസ്സിലാക്കാം. റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? 8x മൈനസ് 10y പ്ലസ് 66 ഇസ് ഈക്വൽ ടു 0, 40x മൈനസ് 18y ഇസ് ഈക്വൽ ടു 214. Find the mean values of x and y, the coefficient correlation, then standard deviation of y. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് മീൻ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ മീൻ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ മാത്രം കണ്ടാൽ മതി. 2 ഇക്വേഷൻ നോക്കിയിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കാണാം. ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ തേർഡ് സെമ്മിൽ BNMൽ കണ്ടതാണ്. അത് അതേപടി ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനതാ നിങ്ങളോട് പറയാറുള്ളത്. ഇതെന്താണ്? ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇട്ട് പോരുത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരിക. BNMലൊരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അവിടെ QT നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റാറ്റി പോർഷൻസിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഈ റിഗ്രഷനും ഈ കോറിലേഷനും ഒക്കെ സ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത് ഇത് 2 ഇക്വേഷൻസ് ആയിട്ട് എഴുതുന്നു നമ്മൾ. അപ്പോൾ ഇതിനെ നമുക്കൊന്നിനെ പോക്കണം. ഇതൊന്ന് ഒഴിവാക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 8x ഉണ്ട്, ഇവിടെ 40x ഉണ്ട്, ഇവിടെ 10y ഉണ്ട്, ഇവിടെ 18y ഉണ്ട്. അപ്പോൾ ഇവിടെ 8xനെ പോക്കാൻ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷനെ 1 ആയിട്ടും ഈ ഇക്വേഷനെ 2 ആയിട്ടും നമ്മൾ പരിഗണിക്കുന്നു. ഈ ഇക്വേഷനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8x എന്തായി മാറും? അത് 40x ആയി മാറും. 10y എന്താവും? അത് -50y ആവും അല്ലേ? -10y ആണ്. -66 എന്താവും? അത് -330 ആവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു 3ാമത്തെ ഇക്വേഷനായി പരിഗണിക്കാം. ഈ ഇക്വേഷനിൽ നിന്നാണ് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും 40x ഉണ്ട് അല്ലേ? ആ 40xന്ന് 40x പോയാൽ എക്സ് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ -50x ഉണ്ട്, ഇവിടെ -18y ഉണ്ട് എന്നുള്ളതാണ്. -50y ഉണ്ട്, -18y ആണ്. അപ്പോൾ മൈനസും പ്ലസ്സായി മാറുക ചെയ്യുന്നത്. -50yയിൽ നിന്ന് 18 കുറയ്ക്കാം. അതായത് -50y എന്തായി മാറുകയാണ്? അത് +18y ആണ്. റീസൺ എന്താണ്? മൈനസ് അല്ലേ? അതിപ്പോൾ പ്ലസ്സായി മാറുകയാണ്. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു തരണമെന്നാണ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതി വെക്കണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറയുന്നത്. അപ്പോൾ ഈ 50ൽ നിന്ന് ആദ്യം നിങ്ങൾ 2 സംഖ്യകൾ, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണെങ്കിൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൻ്റെ സൈൻ എന്താണോ അതെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 50ൽ നിന്ന് 18 കുറയ്ക്കുക, 32 എഴുതുക. വലുതിൻ്റെ സൈൻ എത്രയാണ്? അത് മൈനസ് സൈനാണ്. അതവിടെ എടുത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? -330 ആണ്. -330 -214 ആണ്. ഇവിടെ ഇത് +214 അല്ലേ ഈ സൈനെ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? മൈനസ് ഇത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ മൈനസ് സൈൻ അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. 330ഉം 214ഉം തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 544 ആട്ടോ വരിക. 554 ആണ്.
അപ്പോൾ ഈ 544 എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ ചെറിയൊരു കാൽക്കുലേഷൻ എററാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നേരത്തെ ഇവിടെ y17 കിട്ടുക ചെയ്യുന്നത്. y17 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഈ വൈൻ്റെ സ്ഥാനത്ത് എന്താണ് 17 കൊടുക്കുക, അവിടെ 170 വരും. അപ്പോൾ എന്താണ് ഇക്വേഷൻ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 8x മൈനസ് എന്താണ് y ഇവിടെ 17 കിട്ടുകയാണെങ്കിൽ 10 × 17 എത്രയാണ്, 170 മൈനസ് അല്ല -66. ഇതിനടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ. അപ്പോൾ അതിനെ അങ്ങോട്ടേക്ക് ഇടുന്ന നേരത്ത് എന്താണ് 8x -66 പ്ലസ് എന്താണ് 170. 170 നിന്ന് എന്താണ് 66 നിങ്ങൾ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടുന്ന സംഖ്യേനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണത് 13. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ മാത്രം കണ്ടെത്തിയാൽ മതി. നമ്മൾ നേരത്തെ കണ്ടതാണത്. ഇതിന് മുൻപത്തെ കണക്കിൽ എന്താണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ എന്താണ് ജസ്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ മാത്രം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആ മീൻ ഓഫ് വൈയും മീൻ ഓഫ് എക്സും അതാണ്. ആ വൈൻ്റെ വാല്യൂ ആണ് മീൻ ഓഫ് വൈ, എക്സിൻ്റെ വാല്യൂ ആണ് എന്ത് മീൻ ഓഫ് എക്സ്. ഇനി നമുക്ക് എന്താണ് അടുത്തത് കാണാനായിട്ടുള്ളത്, കോഎഫിഷ്യൻ കോറിലേഷൻ ആണ്. കോഎഫിഷ്യൻ കോറിലേഷൻ കാണുക. നിങ്ങൾ ആദ്യം എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഓൺ വൈ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ എക്സ് ഓൺ വൈ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതിനെ എക്സ് ഓൺ വൈ ആയിട്ട് പരിഗണിക്കുക. ഇതിനെ എന്താണ് വൈ ഓൺ എക്സ് ആയിട്ട് കണക്കാക്കുക. അത് നമ്മൾ ആദ്യത്തെ ഇതിന് എക്സ് ഓൺ വൈ ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് നേരെ തിരിച്ചിട്ടാണെന്നുള്ളത് അനുമാനിച്ചിട്ട് അതങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് എന്താണ് ഈ പറയുന്ന -10 വൈനെ എന്താണ് നേരെ ഈ RHSലേക്ക് എടുക്കുന്നു. അപ്പോൾ അത് എന്തായി മാറുന്നു, ഈ -10 വൈ +10 വൈ ആവുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ 8x - 10y -66 ആണ്. -10 വൈനെ അങ്ങോട്ട് എടുത്താൽ 8x = 10y -66 ആണ്. ഇനി 8നെ അവിടെ നിന്ന് പോക്കണം നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ. ഇക്വേഷൻ എല്ലാ എലമെൻസിനും എന്താണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 8 പോവും, ഇവിടെ 10/8 വരും, ഇവിടെ 66/8. അങ്ങനെയാണ് ഇപ്പോൾ അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ നമ്മുടെ BXY എന്താ വരുന്നത്, ഈ 10/8 ആണ്. 10/8 ആണ് BXY വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ഈ ഇക്വേഷൻ, അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇതിനെ നമ്മൾ y ഓൺ x ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, y ഓൺ x ആയിട്ട് പരിഗണിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ എന്താണ് 40x അല്ലേ, 40x - 18y = 214 ആണ്. ഈ 40xനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ -18y = എത്ര വരുന്നു, -40x + 217. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ 18 കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് y വരുന്നു. ഓക്കെ, അപ്പോൾ y വരുന്ന നേരത്ത് നമ്മൾ എന്താണ് ഇവിടെ ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ -18 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. -18 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ -18, ഇതിനെ -18, ഇതിനെ -18. അപ്പോൾ ഈ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആവും അല്ലേ. അതായത് -40x -18 എന്നാണ്. ഈ രണ്ട് മൈനസും പോയല്ലോ. അതായത് മൈനസ് ഡിവൈഡ് ബൈ മൈനസ് സംഖ്യ എന്താണ്, അത് പോസിറ്റീവ് അല്ലേ വരിക. അതുകൊണ്ട് ഈ സംഖ്യ അതായത് 40/18x എന്നാണ്, അത് പോസിറ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഈ 40/18 എന്നാണ്. 40/18 is the BYX. അപ്പോൾ BXY എന്താ കിട്ടിയത് നമുക്ക്, അത് 10/8 ആണ്. ഈ 40/18 ആണ് എന്ത് BYX. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്, അത് 400/144 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും എന്താണ്
400 ഡിവൈഡ് ബൈ 200 എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒന്നിനെക്കാട്ടും കൂടി അത് എന്തായാലും താഴെ എന്താണ് 300-ന് മേലുള്ള സംഖ്യ വന്നെങ്കിലോ ഉള്ളൂ എന്താണ് 400-ന് മേലുള്ളൊരു സംഖ്യ വന്നെങ്കിലേ ഒന്നിന് താഴെ വരുള്ളൂ. അല്ലെങ്കിൽ 400-ന് താഴെയുള്ള സംഖ്യ ആയതുമ്പോൾ എന്താണ് ഒന്നിന് മുകളിലാണ് പോവുക. അതുകൊണ്ട് ഈ അസംഷൻ റോങ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് വേറെ രീതിയിൽ എടുക്കുക. അപ്പോൾ വേറെ രീതിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനെ വേറെ രീതിയിൽ എടുക്കുക എന്ന് പറയുന്ന നേരത്ത് ഈ ഇക്വേഷനെ നമ്മൾ എന്താണ് വൈ ഓൺ ആദ്യം എക്സ് ഓൺ വൈ ആയിട്ടല്ല എടുത്തത്, ഇതിനെ വൈ ഓൺ എക്സ് ആക്കുക, ഇതിനെന്താണ് എക്സ് ഓൺ വൈ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വൈ ഓൺ എക്സ് ആകുമ്പോൾ ഇതിനെ നിലനിർത്തണം നമ്മളിവിടെ. -10y ഈ 66 ഇങ്ങോട്ടേക്ക് എടുക്കുക = -66 ഇതിനെ ഇങ്ങോട്ട് എടുക്കുക എന്താണ് -8x എല്ലാത്തിനെയും 10 കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക -10 കൊണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും അല്ല ഇതും പോസിറ്റീവ് ആവും. അപ്പോൾ ഇതെന്ത് വരും 8/10 വരും. എന്ത് y എന്നുള്ളത് സോറി ഈ ബി വൈ ഓൺ എക്സ് അല്ലേ BYX 8/10 വരും എന്നുള്ളതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0.8 മാറുകയാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാണ് അതിനെ നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ് ഇക്വേഷൻ എന്താ വരുന്നത് അപ്പോൾ ഇതിനെ എങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുക. അതായത് ഈ -18y എന്താണ് മൈനസ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് അല്ലേ. ഇപ്പോൾ ഇതിനെന്താണ് നമ്മൾ ഇവിടെ നേരത്തെ ഇവിടെ എക്സ് ഓൺ വൈ അല്ലേ എക്സ് ഓൺ വൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 40x എങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ -18y -40 സോറി അതിന് ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ എക്സ് ഓൺ വൈ അല്ല. അപ്പോൾ ഈ -18 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 40x = 18y പ്ലസ് എന്താണ് 240 അങ്ങനെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക എല്ലാത്തിനെയും 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താണ് ഈ 40 ഇവിടുന്ന് പോക്കാനാണ്. എല്ലാത്തിനെയും 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18/40 അതായത് 18/40 ആണെന്ത് BX5 വരുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുന്നു അതായത് 9/20. അപ്പോൾ 9/20 എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. 9/20 0.45 ആണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്ത് വരും. നിങ്ങൾ ശ്രദ്ധിക്കുക 0.8ഉം 0.45ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.36 വരുന്നുള്ളൂ. അപ്പോൾ ഒന്നിലും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും റിഗ്രഷനായിട്ട് പരിഗണിക്കുകയാണ്. അപ്പോൾ ഇവിടെ 0.36 അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ കോറിലേഷൻ നമുക്ക് കിട്ടുക? കോറിലേഷൻ കിട്ടുന്ന ഇക്വേഷൻ എന്താ? കോറിലേഷൻ = √of BYX × BXY അല്ല അതിന് സ്ക്വയർ റൂട്ട് ചെയ്യുക. അപ്പോൾ 0.8 × 0.45 0.36 ആണ്. 0.36ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 0.6 ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് ആ ഒരു കണക്കിൽ കിട്ടി എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y കാണാനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എങ്ങനെയാണ് നമ്മൾ കാണുക? അപ്പോൾ BYXൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മതി അല്ലേ. BYX = കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x. കോറിലേഷൻ 0.6 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x എത്രയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x വരുന്നത് 3 ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതെങ്ങനെ കിട്ടി നമുക്ക്? വേരിയൻസ് ഓഫ് x ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് 9, അതിന് സ്ക്വയർ റൂട്ട് ചെയ്താൽ 3, അതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 0.8 ആണെന്ത് നമ്മുടെ BYX. അപ്പം ഇതാണ് കോറിലേഷൻ വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y × r ആണ്. ഓക്കെ. അപ്പോൾ അത് എങ്ങനെ വരും? ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അതായത് 0.8 = 0.6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഡിവൈഡ് ബൈ 3 അല്ലേ. അപ്പോൾ ഈ 3നെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്താണ് 0.8 × 3 ഈ 6നെ ഇങ്ങോട്ട് എടുത്താൽ എന്താണ് അത് ഡിവൈഡ് ബൈ 6 ആവും = സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y.
അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നേരത്ത് 0.8 ഇൻറ്റു 0.3 എന്താണ് 0.24 വരും. 0.24 ഡിവൈഡ് ബൈ 0.6 എത്രയാണ്? അത് 4 ആണ് വരുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈവ് വരുന്ന നേരത്ത് ചോദിക്കുക. പക്ഷേ അതിന് മുൻപായിട്ട് എല്ലാവരും കൃത്യമായിട്ടിത് കണ്ടു തീർക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ.